പഠനത്തിലും പാഠ്യേതര പ്രവർത്തനത്തിലും ഒരുപോലെ മികവ് തെളിയിച്ച വിദ്യാർത്ഥിയായിരുന്നു ജിഷ്ണു. പഠിക്കുന്ന കാലത്ത് തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുന്ന വൈദ്യുതി മീറ്റർ കണ്ടെത്തി ജിഷ്ണു വാർത്താമാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. എന്റെ മോനോട് നിങ്ങളെ മക്കളെ പോലൊരു സ്നേഹം കാണിച്ചില്ലല്ലോ. ജിഷ്ണുവിന്റെ അമ്മയ്ക്ക് നഷ്ടമായത് തന്റെ പ്രിയപ്പെട്ട മകനെയാണ്. ഒരു നാടിന് നഷ്ടമായത് ഭാവിയെ വാർത്തെടുക്കേണ്ട ഒരു എഞ്ചിനീയറെയും. പരീക്ഷയിൽ കോപ്പിയടിച്ചെന്നാരോപിച്ച കോളേജിന്റെ ഇടിമുറിയിലിട്ട് തല്ലിച്ചതച്ച് ജീവനെടുക്കുമ്പോഴും കോഴിക്കോട് നാദാപുരത്തുകാർക്ക് ജിഷ്ണുവിനെ കുറിച്ച് പറയാൻ 100 നാവാണ്. 10ാം ക്ലാസ്സിലും +2വിലും 80% കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച ഈ മിടുക്കൻ പേരോട് MIMHSനും ഒരു മുതൽക്കൂട്ടായിരുന്നു. +2വിന് പഠിക്കുമ്പോഴേ ജിഷ്ണു വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. സ്കൂൾ തലത്തിൽ നടന്നിരുന്ന മത്സരങ്ങളിലെല്ലാം തന്നെ ജിഷ്ണു പ്രണോയ് ഒന്നാമനായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്തു തന്നെയാണ് ഒരു റീചാർജ് കൂപ്പണിലൂടെ പ്രവർത്തിക്കുന്ന വൈദ്യുതി ലാഭിക്കുവാനുള്ള മീറ്റർ കണ്ടെത്തി ജിഷ്ണു സമൂഹ മാധ്യമങ്ങളിൽ നിറസാന്നിധ്യമായി മാറിയത്. ചിലവ് കുറഞ്ഞ രീതിയിൽ ജനങ്ങൾക്കു വേണ്ടി ഇത്തരമൊരു കണ്ടുപിടുത്തം നടത്തിയ ഈ കൊച്ചുമിടുക്കൻ സ്കൂളിലും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവിക്ക് നഷ്ടമായത് ജിഷ്ണു എന്ന ഒരു വലിയ വാഗ്ദാനത്തെ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV.